അവർ പ്രതീക്ഷിക്കുന്നത് നാളെ ഈ മുസ്ലിംസ് മുഴുവൻ അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർ ജയിക്കുന്നത് വിചാരിക്കും. അത് വിഡ്ഢിത്തരമായ ഒരു തിങ്കിങ് അല്ലേ? അത് വിഡ്ഢികൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ബി ജെ പിയിലെ ആളുകളൊക്കെ കുറെ വിഡ്ഢികളുണ്ടെന്ന് പറയോ? ഞാൻ അങ്ങനെ തന്നെ പറയും. വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ പറയും. പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ വരുന്ന ആൾക്ക് അതോടുകൂടി അയാളുടെ ഉള്ള ജീവനും കൂടി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിന് ആർക്കും വേണ്ട. വരുമ്പോൾ ആദ്യത്തെ ദിവസം ഷാലിടാനും ഷെയ്ക്കാൻഡ് കൊടുക്കാനും ചിരിച്ചിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടാവും. ഞാനിപ്പം ഈ BJP-യിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ BJP-യിലേക്ക് ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ എക്യുപ്മെൻസും തുരുമ്പെടുത്ത് പോവുകയല്ലാണ്ട് 10 രൂപയുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. എന്താ കോംപ്ലക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ദേവൻ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ കിട്ടുന്ന ക്ലാപ്പ് ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ വന്നാൽ കിട്ടില്ല. അപ്പോൾ ദേവനെ മാറ്റി നിർത്തുന്നല്ലേ നല്ലത്. ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുണ്ട്, അബ്ദുള്ള കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ അലി അക്ബറിന് കിട്ടിയ ഒരു സ്റ്റാൻഡ് ഇന്ന് രാമസിംഹന് കിട്ടുന്നുണ്ടോ? അതെ, രാമസിംഹൻ ആയിക്കഴിഞ്ഞാൽ ഹിന്ദു ആയില്ലേ, അപ്പോൾ അതിന് പ്രാധാന്യമില്ല. ഇല്ലല്ല, അത് മുസ്ലിംസിനാണ് എപ്പോഴും പ്രാധാന്യം. എന്തുകൊണ്ടാണ് കേരള BJP-യിലേക്ക് വന്നതിൽ? കേരള BJP-യിൽ വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞാനിവിടുന്ന് സ്റ്റേറ്റ് മാറിയിട്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റും. വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടോയെന്ന് നോക്കാതെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് BJP മാത്രമേ. മണ്ടന്മാരെ എന്ന് വിളിക്കാൻ പറ്റുമോ കുറച്ച് ആളുകൾ? ഞാൻ ചേർത്ത് പറഞ്ഞ വിഡ്ഢികൾ എന്നുള്ള ആ വാക്ക്. നമസ്കാരം. കേരളത്തിലെ BJP-യിൽ കാലെടുത്തു വെച്ചാൽ അന്ന് മുതൽ ഗതികേടാണെന്ന് പറഞ്ഞ് പല ആളുകളൊക്കെയാണ് BJP വിട്ടുപോകുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്നത് അലി അക്ബർ എന്ന രാമസിംഹം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ദേവൻ വിട്ടു. ആദ്യം വിട്ടത് ഞാനാണ്. എല്ലാവരും വിട്ടു. താങ്കൾ അത് വിടുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ശരിയല്ല, ഇവിടുത്തെ നേതൃത്വം ശരിയല്ല, അത്തരം രീതിയിലേക്ക് നമ്മൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്, കൂട്ടായി പോവാത്ത രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ BJP-ക്ക് ഉള്ളത് എന്നുള്ളതാണ്. അന്ന് താങ്കളെ വലിയ രീതിയിലേക്ക് വിമർശിച്ച ആളുകളുണ്ട്, വളരെ പുച്ഛത്തോടെ കണ്ട ആളുകളുണ്ട്. പക്ഷെ ഇന്ന് അത് തെളിയിച്ചിരിക്കുകയാണ്. ശരി, ദേവൻ വിട്ടു. ഞാൻ പറഞ്ഞ ഒരു വാക്കും തെറ്റാതെ ആ കാലത്തിൻ്റെ കൃത്യമായിട്ടുള്ള നീതി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. ഞാൻ 4-5 കൊല്ലം മുമ്പല്ല പറഞ്ഞത്, ആ പറഞ്ഞതിന് ഇന്ന് ദേവനും പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു സാഹചര്യം വരുന്നത്? ഒന്ന്, ഈ വളരെയധികം താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഒരു ത്വരയോട് കൂടിയിട്ടാണ് BJP-യിലേക്ക് വരുന്നത്. കാരണം അത് ഇവിടുത്തെ BJP-യുടെ നേതാക്കളെ കണ്ടിട്ടല്ല. അതായത് മോദിജി സെൻട്രലിൽ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ആകാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഇതിലേക്ക് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ വരുന്ന ആൾക്ക് അതോടുകൂടി അയാളുടെ ഉള്ള ജീവനും കൂടി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹത്തിന് ആർക്കും വേണ്ട. വരുമ്പോൾ ആദ്യത്തെ ദിവസം ഷാലിടാനും ഷെയ്ക്കാൻഡ് കൊടുക്കാനും ചിരിച്ചിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടാവില്ല. താങ്കളോട് മുഖ്യമായ 2 ചോദ്യം ചോദിക്കാനാണ്. ഒന്ന്, താങ്കൾ BJP-യിലേക്ക് വന്നതിൽ പിന്നെ താങ്കളുടെ വില പോയോ, വില കിട്ടിയോ എന്ന് എൻ്റെ ചോദ്യം. വിലയുടെ പ്രശ്നമല്ല, എൻ്റെ അന്നം മുട്ടി എന്നുള്ളത് സത്യം. നാശത്തിലേക്ക് പോയി, അന്നം മുട്ടിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്? അതായത് കേരളത്തിൽ സംഘി BJP എന്ന് പറഞ്ഞ സംഖ്യയാണല്ലോ കേരളത്തിൽ BJP എന്ന് പറഞ്ഞാൽ സംഘി എന്നുള്ള ഒരു ചാണക സംഘി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ കേരളത്തിലെ ഒരു കൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ഇവിടെ ഭൂരിപക്ഷത്തിന് യാതൊരുവിധ റൈറ്റും ഇല്ല. ന്യൂനപക്ഷം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ആ ന്യൂനപക്ഷത്തിൻ്റെ അനുസരിച്ച് ഇടതാണെങ്കിൽ ഇടത്, വലതാണെങ്കിൽ വലത്, അവരുടെ ചെരുപ്പ് നക്കാൻ നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിസിനസ് മേഖല, ഇവിടുത്തെ കലാകാരന്മാർ ഒക്കെ ഇവർ ഓച്ചാനിച്ച് നിന്ന് മുന്നോട്ട് പോയാലേ അവർക്ക് ഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പം ഈ BJP-യിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു വർഷം ചുരുങ്ങിയത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയുടെ ജോലി ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ BJP-യിലേക്ക് ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ എക്യുപ്മെൻസും തുരുമ്പെടുത്ത് പോവുകയല്ലാണ്ട് 10 രൂപയുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. പടങ്ങൾ കിട്ടാതായോ നിങ്ങൾക്ക്? പടങ്ങളില്ല. നിങ്ങൾ ആലോചിക്കൂ, 15 വർഷത്തിനിടയ്ക്ക് ഞാൻ സിനിമ ചെയ്തിട്ടില്ല, എനിക്ക് വരുന്ന വർക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇത് തന്നെയാണ് സംഘിനെ അടുപ്പിക്കരുത്, സംഘിനെ കണ്ടെടുത്ത് വെച്ച് തല്ലിക്കൊല്ലണം. സംഘിയെ കണ്ടെടുത്ത് വെച്ച് തല്ലിക്കൊല്ലണം എന്ന് പറയുമ്പോൾ ഇത്തരം കയ്യിരിപ്പുണ്ടാവുമ്പോൾ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇത്തരം കയ്യിരിപ്പുണ്ടാവുന്ന സമയത്ത് അവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതിൽ വാസ്തവമില്ലേ? എന്ത് കയ്യിലിരിപ്പ്?
അതായത് സംഘികൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആളുകളെ സംഘികൾ എന്ന് വിളിക്കുന്നുണ്ട്. ഇത്തരം ഇപ്പം ദേവൻ വരെ പുറത്തു വന്നത് അതിൽ നിന്ന് സ്ഥാനം ലഭിക്കുന്നില്ല. പി സി ജോർജിന്റെ അവസ്ഥ സ്ഥാനത്തിന്റെ അവസ്ഥയല്ല സത്യത്തില്. ഇപ്പൊ നമുക്കതിൽ ദുഃഖമുള്ള ആൾക്കാരല്ല. ഇപ്പൊ നമ്മൾ ത്യാഗം ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ത്യാഗം സഹിച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു ദേവൻ എന്തോ മോഹിച്ചിട്ട് വന്നാണ്. ദേവൻ എന്ത് മോഹിക്കാനാ? അദ്ദേഹത്തിന് സമ്പത്ത് ആവശ്യത്തിനധികമുണ്ട്. എനിക്ക് സമ്പത്തിന്റെ ആവശ്യമില്ല. ദേവന് സമ്പത്ത് ധാരാളമുള്ള നല്ല ബിസിനസ്സുകാരനല്ലേ ദേവൻ. പിന്നെ അയാൾ എന്ത് മോഹിച്ചിട്ടാണ് വരുന്നത്? പിന്നെ ഫെയിം, സിനിമയിലുള്ള ദേവനെ പ്രത്യേകിച്ച് ഫെയിം ആക്കണം ബി ജെ പിക്കാർ? വേണ്ടല്ലോ, വേണ്ട. അപ്പൊ അദ്ദേഹം ഒന്നും ആഗ്രഹിക്കാതെ വന്നല്ലേ സത്യത്തിൽ. അയാൾക്ക് കോൺഗ്രസിന്റെ കൂടെയോ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയോ നിന്നാൽ എല്ലാവിധ സൗകര്യം കിട്ടും ഇല്ലേ? എനിക്ക് നിന്നാൽ കിട്ടും. ഞാൻ ലീഗിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സൗകര്യം കിട്ടില്ലേ? സമ്പത്ത് കിട്ടില്ലേ? തീർച്ചയായും സ്ഥാനങ്ങൾ കിട്ടില്ലേ? തീർച്ചയായും. അപ്പൊ ഇതൊക്കെ വേണ്ട എന്ന് വെച്ച് ത്യജിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്നവർക്ക് സ്ഥാനം ഈ പറയുന്ന എന്താണ് നേതാക്കന്മാരെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ ഞാൻ താങ്കളോട് ചോദിച്ചത്. അതായത് ഇവര് സംഘികളെ കണ്ടെടുത്ത് വെച്ച തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതിൽ അർത്ഥവത്താവുന്ന രീതിയിലേക്കല്ലേ താങ്കൾ സംസാരിക്കുന്നത്? അതായത് അത്രയും ഇതിലേക്ക് ഒരു രാജ്യസ്നേഹത്തിന് അല്ലെങ്കിൽ രാജ്യസേവനത്തിന് വരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ എല്ലാവിധ എന്താണ് പറയാ എല്ലാവിധ കഴിവുകളും നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റം ഉണ്ടാവുന്ന സമയത്ത് അത്തരം പ്രവർത്തി കിട്ടുന്ന സമയത്ത് അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുക? അത് ഞാൻ പറയട്ടെ, പൂച്ചയ്ക്കാര് മണി കെട്ടുന്നുള്ള അവസ്ഥയിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബി ജെ പിന്നെയൊക്കെ കേന്ദ്രം തഴഞ്ഞിട്ട ഒരു ബി ജെ പി ആണെന്ന് എനിക്ക് സംശയം. എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഇങ്ങനെ ഇത്തരം ലോവർ ലെവലിലേക്ക് വരാൻ ഒരു രാഷ്ട്രീയത്തിനും പറ്റത്തില്ല. ഇപ്പോൾ ആകെ കൂടി നടക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും നന്നായി നടക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ. അതല്ലാതെ വേറെ എന്താണ് നടക്കുന്നത്? വേറെ ഏത് ജില്ലയുണ്ട്? ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എവിടെയുണ്ട്? എവിടെയില്ല. അവിടുത്തെ ഒരു വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടായെന്നല്ലാതെ ബാക്കിയെല്ലാം ഈ പടവലങ്ങിയ പോലെ താഴോട്ട് വളർന്നത് ബി ജെ പി. താങ്കൾ മുൻപും പറഞ്ഞത് പടവലങ്ങ പോലെ താഴോട്ട് എന്ന് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും അർത്ഥം വെക്കുന്നതാണ്. ഇപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ കൃത്യം എന്തിനാ സംശയം? ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് കൊടുവള്ളിയിൽ മത്സരിച്ചിട്ട് 11,585 വോട്ട് മേടിച്ച ആളാണ്. ഇപ്പോൾ കൊടുവള്ളിയിലെ വോട്ട് നിങ്ങൾ നോക്കൂ എത്രയാണ്? തുച്ഛമായ വോട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇത് വളർച്ചയിലല്ലോ, താഴ്ചയല്ലേ? അങ്ങനെ വോട്ട് മേടിക്കുന്നവരെ, മുന്നോട്ട് വരുന്നവരെ ഈ ഞണ്ടിൻ്റെ മാതിരി പിടിച്ച് താഴോട്ടിടുക എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇവിടുത്തെ നേതൃത്വം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ അതിന് കുറേ കോംപ്ലക്സുകളുണ്ടെന്നേ. ഈ കോംപ്ലക്സിൻ്റെ എന്താണ് അച്ചാരം വാങ്ങിയ ആൾക്കാരെ ഇവർ. എന്താ കോംപ്ലക്സ്? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ദേവൻ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ കിട്ടുന്ന ക്ലാപ്പ് ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ വന്നാൽ കിട്ടില്ല. അപ്പോൾ ദേവനെ മാറ്റി നിർത്തുന്നല്ലേ നല്ലത്? അത്തരം രീതിയിലേക്കുള്ള ആളുകളെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിലുള്ള ബി ജെ പിയെ തടഞ്ഞിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തഴഞ്ഞു വെച്ച ഒരു പാർട്ടിയാണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ബി ജെ പിയെ ടാർഗറ്റ് ആണെന്നുള്ളത് 100% എടുത്തു പറയാൻ കഴിയും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് വളർത്താൻ കഴിയില്ല? ഇത്തരം നേതാക്കന്മാരെ വെച്ചിട്ട് അവരെന്ത് പെരുമാറുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? ഏത് നേതാവാണെങ്കിലും ഇവിടെ ആരും നിയന്ത്രിക്കുന്ന നേതാവ് ആരാ? സ്റ്റേറ്റ് പ്രസിഡന്റ് ആണോ? ആ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു. ആ സ്റ്റേറ്റ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റുമായിട്ട്, വലിയ പ്രോജക്റ്റ്, ഞാൻ ആ പ്രോജക്റ്റ് എനിക്ക് അയച്ചു തന്നു. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ പ്രോജക്റ്റുമായിട്ട് ഈ നേതാവിനെ കാണാൻ വേണ്ടി 1.5 വർഷമേ ആ ചെറുപ്പക്കാരൻ നടക്കുന്നു. ആൾക്ക് അവിടെ അപ്രോച്ച് ഇല്ല, പെർമിഷൻ ഇല്ല, അത്ര ബിസിയല്ല, ഒന്നും. അവിടെ ആരാണ് കടത്തിവിടുന്നത്? കടത്തിവിടുന്നത് ഈ സിൽബന്ധികളല്ലേ? അതെ, അവിടെ കടത്തിവിടാൻ അവർ അനുവദിച്ചില്ല. അത് തന്നെ പറയുന്നത്. കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഓരോ നേതാവിന്റെ ചുറ്റും ഒരു വലയുണ്ട്. ആ വലയം ഭേദിച്ച് ആർക്കും അകത്തേക്കും വരാൻ പറ്റില്ല, പുറത്തേക്കും പോകാൻ പറ്റൂല. അപ്പൊ ആ വലയം അവിടെ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന പ്രസിഡന്റ് ഒന്നും ചെയ്യാനും പറ്റൂല. പ്രസിഡന്റ് നേരിട്ട് ഒരു കാര്യങ്ങൾ അറിയില്ല. പ്രസിഡന്റ് ഇപ്പൊ രാമസഭ എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള അയാൾക്ക് അറിയില്ല. എന്തിനാ പറയുന്നത്? ഇവിടെ നമ്മുടെ നമ്മുടെ ഇത് കണ്ടിരുന്നില്ലേ? ഇവിടെ നടന്നില്ലേ? എന്താണ് കുംഭമേള നടന്നില്ലേ? അന്ന് പ്രസിഡന്റ് കണ്ടിരുന്നു ഇല്ല. പുള്ളിക്കത് അറിയില്ല. ലോകത്തെല്ലാവരും അവിടെ എത്തിയപ്പോഴും നമ്മൾ പ്രസിഡന്റ് എത്തിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന് ഇത് അറിയില്ല. ഇങ്ങനെ കുംഭമേള നടന്നും അറിയില്ല, സന്യാസി സമൂഹത്തിനെ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് കന്യാസ്ത്രീകളെ അറിയാം, പള്ളി അധികാരികളെ അറിയാം. അതിനുവേണ്ടി അവരെത്ര ഓടിയിട്ടുണ്ട്. അത്രയും വലിയ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നും. ജനങ്ങളോട് വലിയ രീതിയിലേക്ക് അടുപ്പം കാണിച്ചു അല്ലെങ്കിൽ അടുപ്പത്തോടെ പെരുമാറി പോകുന്ന ഒരു സംഭവം കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ഡൗൺ ടു എർത്ത് നോക്കണം നമ്മൾ. അതെ, ആ ഡൗൺ ടു എർത്ത് ഇല്ല.
എർത്ത് മാത്രമേ ഉള്ളൂ. എർത്ത് താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എർത്ത് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, നമ്മൾ ഒരു സ്ലാവിൻ്റെ കൂടെ ഒട്ട് സ്ലാവ് ഉണ്ടാവും, അതെ, അത് എർത്തിങ് ആണ്. അവരെ എർത്ത് ചെയ്ത് നിർത്തുള്ളൂ. രണ്ടാമതൊരു പ്രാധാന്യം ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാം. അതായത് താങ്കൾ അലി അക്ബർ ആയിരുന്നപ്പോൾ കിട്ടിയ പ്രാധാന്യമാണോ അതോ രാമസിംഹനായപ്പോൾ? അതായത് താങ്കളെ പോലുള്ള ഒരാൾ തീർച്ചയായും നല്ല രീതിയിലേക്ക് ഇതിന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് തയ്യാറെടുപ്പ്, എല്ലാ സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ താങ്കൾ ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇന്ന സ്ഥാനം വേണം എന്ന് പറഞ്ഞ് കേട്ടില്ല. മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഇത്തരം സ്ഥാനം എനിക്ക് വേണം എന്ന് പറഞ്ഞ് വരുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുണ്ട്, അബ്ദുള്ള കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ അലി അക്ബറിന് കിട്ടിയ ഒരു സ്റ്റാൻഡ് ഇന്ന് രാമസിംഹന് കിട്ടുന്നുണ്ടോ എന്ന്? അതെ, രാമസിംഹൻ ആയിക്കഴിഞ്ഞാൽ ഹിന്ദു ആയില്ലേ, അപ്പൊ അതിന് പ്രാധാന്യമില്ല. ഇല്ലല്ല, അത് മുസ്ലിംസിനാണ് എപ്പോഴും പ്രാധാന്യം. എന്തുകൊണ്ടാ? ഒരു പാലം അവർ പ്രതീക്ഷിക്കുന്നത് നാളെ ഈ മുസ്ലിംസ് മുഴുവൻ അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർ ജയിക്കുന്നത്. അത് വിഡ്ഢിത്തരമായ ഒരു തിങ്കിങ് അല്ലേ? അത് വിഡ്ഢികൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ബി ജെ പിയിലെ ആളുകളൊക്കെ കുറെ വിഡ്ഢികളുണ്ടെന്ന് പറയോ? ഞാൻ അങ്ങനെ തന്നെ പറയും, വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളായതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. ഏത് ഘടകത്തെയാണ് കൂടെ നിർത്തേണ്ടത് അത് ഹൈന്ദവ സമൂഹത്തിനെയാണ്. ഇവർക്ക് അറിയ പോലുമില്ല. ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ BJP? എന്തുകൊണ്ടാണ് അത്ര രീതിയിലേക്ക്? എന്നാ മെത്രാമാരുമായിട്ടും ഇവിടെ ബിഷപ്പുമാരായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ കേൾക്കാറില്ലേ? അവർ ജയിക്കട്ടെ, മെത്രാമാർ വോട്ട് ചെയ്തിട്ട്, ഇവിടുത്തെ ലീഗുകാർ വോട്ട് ചെയ്തിട്ട് ജയിക്കട്ടെ. താങ്കൾ ഇപ്പോൾ അത്തരം രീതിയിലേക്ക് ഇപ്പോൾ ഹിന്ദുവായി BJPയിലേക്ക് വന്നതിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? BJP എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തത്, അതായത് കൃത്യമായ തെരഞ്ഞെടുക്കലാണ് താങ്കൾക്ക് അപ്പം തോന്നുന്നത്? കേരള BJP എന്ന് പറയാം. കേന്ദ്ര BJPയിൽ ഞാൻ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്നതാണ്, ആകെ സല്യൂട്ട് ചെയ്യുന്നതാണ്. മോദിജിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നതാണ്, ഇപ്പോഴും സല്യൂട്ട് ചെയ്യുന്നത്. കേരള BJPയിലേക്ക് വന്നതിൽ കേരള BJPയിൽ വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞാൻ ഇവിടുന്ന് സ്റ്റേറ്റ് മാറിയിട്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റും. അല്ല, ഇനി അത് മാറാം, ഏതായാലും പേര് മാറ്റി ഇനി മാറാൻ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലേ, നമ്മളെ കൂടെ ഈ വീടൊന്നും എടുത്തുകൊണ്ട് ഓടാൻ പറ്റും. അത്ര രീതിയിലേക്കാണ്. അതായത് ഈ ഒരു സംഭവം താങ്കൾ മുൻപ് തന്നെ പറഞ്ഞാണ്, ഇത്തരം രീതിയിലേക്കുള്ള. ഇതിപ്പോ വേറെ വിഷയം, പണം തട്ടിപ്പുമായിട്ടാണ് PC ജോർജ് വന്നിട്ടുള്ളത്. പണം തട്ടിച്ചു. പണം PC ജോർജ് മാത്രമല്ലോ, അതിന്റെ മുന്നേ നമുക്ക് സുരേന്ദ്രന്റെ എതിരെ ഒരു വന്നല്ലേ, കൊടകര കേസ് വന്നില്ലേ? പക്ഷേ കൊടകര കുഴൽപ്പണ കേസ് എന്നുള്ള സാധനത്തിലേക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരിട്ട് പറയാണ്. അല്ല, പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരും കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. ആരും പരിശുദ്ധരാൻ വേണ്ട, CPM-ഉം കോൺഗ്രസിനും, കാരണം അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, സത്യം. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, അത് കുറച്ച് കൂടുതലായിട്ട് BJPക്ക് വന്നു എന്നതാണ് ഒരറിവ്. എങ്ങനെ വന്നു ചോദ്യം ചെയ്യപ്പെടേണ്ടല്ല. അങ്ങനെ ഭരണത്തിലിരിക്കുന്ന കള്ളപ്പണത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ കള്ളപ്പണം തീർക്കണം എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ വരുന്ന മണ്ഡലങ്ങളിലേക്കുള്ളത് മണ്ഡലങ്ങളിലേക്ക് കൊടുക്കും. ഈ ക്ലാസ് തിരിച്ചപ്പം, ഹൈ ക്ലാസ് ആയപ്പം ഈ ലോ ക്ലാസ്സിനുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ഹൈ ക്ലാസ്സിലേക്ക്, മനസ്സിലാണല്ലോ. അതായത് ആകെ കൂടി ശ്രദ്ധിച്ചത് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ മാത്രം ശ്രദ്ധിച്ചു. പ്രസിഡന്റ് ജയിക്കണം, മുരളിക്ക് ജയിക്കണം, അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ഈ BJP ജയിക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. BJP ജയിക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ഈ വോട്ട് കിട്ടിയാൽ പോലെ, മറ്റ് സ്ഥലത്ത് ഈ വോട്ട് കിട്ടിയാൽ പോലെ. തൃപ്പൂണിത്തുറ പോലെ ഒന്ന് ആ പാർട്ടിയായിട്ട് ഒരു അടിയറവ് പറഞ്ഞിട്ട് ഉള്ള നല്ല സീറ്റുകളൊക്കെ കൊണ്ട് ആർക്ക് കൊടുത്തു. എന്നിട്ട് എന്തായി? നാണക്കേടായി. വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടോയെന്ന് നോക്കാതെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് BJP മാത്രമേ. മണ്ടന്മാരെ എന്ന് വിളിക്കാൻ പറ്റുമോ? കുറച്ച് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ വിഡ്ഢികൾ എന്നുള്ള ആ വാക്ക്, വിഡ്ഢികളായതുകൊണ്ടാണ് അവരുടെ കൂടെ ആൾക്കാർ നിൽക്കാതെ പോരുന്നത്. അപ്പൊ അവരെ കണ്ടാ തല്ലി ഓടിക്കണം എന്ന് പറയും, വീണ്ടും എടുത്തിട്ടാണ് തല്ലി ഓടിക്കണം എന്ന് പറയുന്നത്. ഞാൻ അതിന് തല്ലി ഓടിയിട്ടുണ്ടോ? ഞങ്ങളെ തെറ്റുണ്ടോ? ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമുദായത്തിലെ ആളുകൾ മാത്രമല്ല, കേരളത്തിലെ ആളുകൾ തല്ലി ഓടിക്കണം എന്ന് പറയുന്നത് തെറ്റുണ്ടോ? അത് രണ്ടാണ്. വ്യക്തിയല്ല പ്രസ്ഥാനം, അത് രണ്ടാണ്. വ്യക്തികൾ ചെയ്യുന്ന തെറ്റിനെ പ്രസ്ഥാനത്തിന് കുറ്റം പറയാൻ പറ്റില്ല. അല്ല, ആ പ്രസ്ഥാനത്തിൽ ഇരുന്ന് ആ വ്യക്തി ചെയ്യുമ്പോൾ വേണമെങ്കിൽ വ്യക്തിക്കെതിരായിട്ട്, അതായത് തുറന്നു പറയാനുള്ള ഒരു, ഇപ്പം CPM-ന് എന്താ സംഭവിച്ചത്? ഈ നേതൃത്വത്തിലേക്ക് കേന്ദ്രീകൃതമായിട്ട് ആ പാർട്ടി മാറിയപ്പോഴാണ് അത് തകർന്നത്. വേറെ നേതാവില്ല, വേറെ വാക്കില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ താങ്കൾ വിലയിരുത്തുന്ന ഒരാളാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഡെവലപ്മെന്റും മറ്റുള്ള ബാക്കി എല്ലാം അത്യാവശ്യം കാര്യം ചെയ്തു. പക്ഷേ എവിടേക്കോ പാളിപ്പോയി പറഞ്ഞാൽ ഈ അതായത്
പിന്നെ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആളില്ലാതെ പോയി. ഇപ്പൊ പിണറായി വിജയനല്ല അവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഇതിനെ സ്വഭാവം മാറി തന്നെ. പിണറായിയുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ ആ തകരാറ് മുഴുവൻ CPM ഏറ്റെടുക്കേണ്ടി വന്നു. എല്ലാ ഡെവലപ്മെന്റിലും പോയി കിട്ടി. പിന്നെ CPM നേതാവിന്റെ സ്ഥിതി എന്താ? നാവ് വലിയൊരു പ്രശ്നമാണ്. സെക്രട്ടറി മുതൽ അങ്ങ് മറ്റേ നമ്മുടെ ഇടുക്കിയിലെ എന്താ അങ്ങനെ പേരെന്തായിരുന്നു, മണി വരെ രണ്ടും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മണി ഏത് ഭാഷ സംസാരിക്കുന്നോ സെക്രട്ടറി അതേ ഭാഷ. ഇന്ന് പണ്ടത്തെ കാലമല്ല, സോഷ്യൽ മീഡിയയുടെ കാലം. എന്ത് പറഞ്ഞാലും അത് ആവർത്തിച്ച് ജനങ്ങൾ കാണും, കിട്ടും. അതുകൊണ്ടാണ് ആ പ്രശ്നമുള്ളത്. ഇപ്പോൾ BJPക്ക് ഇവിടെ അടിസ്ഥാനപരമായിട്ട് എത്ര ശതമാനം വോട്ടുണ്ടെന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ 30% വോട്ടുണ്ട്. എവിടെ? ഈ കേരളത്തിലുണ്ട്. പക്ഷേ ആ കാൻവാസ് ഇവർക്ക് വാങ്ങിക്കാൻ ഇവർക്ക് പറ്റിയ ആൾക്കാരില്ല എന്ന് പറഞ്ഞു.